നമുക്ക് ചില മാറ്റങ്ങൾ ഈ കുട്ടികളിലൂടെ ആരംഭിക്കാം. ഇന്ത്യയിൽ പല ഭാഗത്തുമുള്ള ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് ഞങ്ങൾ ഈ ഫുട്ബോളുമായി ഇറങ്ങിച്ചെല്ലുകയാണ്. 13 ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ഡി ട്രിപ്സുമായി സഹകരിച്ച് സോക്കർ സഫാരി എന്ന യാത്ര ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. 4 മാസം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫുട്ബോളിലെ പല പ്രമുഖരെയും കണ്ട് കുട്ടികൾ ഈ ഫുട്ബോളിലൂടെ വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം സെന്ററുകൾ സ്ഥാപിച്ച് അവർക്ക് അവസരമൊരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 12. അപ്പോൾ ഇന്നലെ ഫുള്ളായിട്ട് നമ്മൾ ചെന്നൈയിലായിരുന്നു. കാലത്ത് കുറേ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ തിരുപ്പതിക്ക് പോവാം. അപ്പോൾ അവിടെ കാണാം എന്താ നമുക്ക് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ തിരുപ്പതി ഇവർ ഓഫീസർമാരുടെ ഇതുണ്ടെന്ന് ഇവരുടെ സൈറ്റിൽ എവിടേക്കാണ് ട്രൈബൽ മേഖല, ഫോറസ്റ്റ് അതായത് ട്രൈബൽ അല്ല. പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അവിടേക്ക് നമുക്ക് സാങ്ഷൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ആള് പറഞ്ഞ പോലെ ഇവ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വെടി അറിയ പോലില്ല. കാരണം നക്സൽ ഏരിയകളാണ് അധികം. ഗണ്ടിക്കോട്ടെ മദനാപ്പള്ളിലേക്കും ട്രൈബൽ ഏരിയ. ആന്ധ്ര എന്ന് പറയുന്ന സ്ഥലം അസോസിയേഷൻ ബാൻ ചെയ്ത സ്ഥലം. അവര് ഇല്ലീഗൽ മറ്റേ അസോസിയേഷൻ പൊളിറ്റിക്സ് കയറി ബാൻ ചെയ്തിട്ടുള്ള സാധനം. അപ്പൊ വീണ്ടും പറയുന്നുണ്ട് ഹൈദരാബാദും അപ്പോൾ നമ്മൾ തിരുപ്പതി എത്തിയിട്ട് അവിടുത്തെ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായ യശോദാബായി IFS മാഡത്തിനെ കണ്ടു. അവർ നമുക്ക് കുറച്ച് ഡീറ്റെയിലുകൾ പറഞ്ഞു തന്നു. അവർ കുറേ സമയം നമ്മളുടെ അടുത്ത് ഈ പറയുന്നത് എവിടെയൊക്കെയാണ് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, നമ്മുടെ റൂട്ട് മാപ്പിൽ പോകണ്ട. അവർ വേറൊരു റൂട്ട് മാപ്പ് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളെ റൂട്ട് മാപ്പ് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നന്ദ്യാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ആദ്യമായിട്ട് കേരളത്തിന് പുറത്ത് വന്ന് കളിച്ചത്, അതായത് TFK മുമ്പ് സോമയാട്ടനൊക്കെ ആയിരുന്നു തൃശ്ശൂരുണ്ടായിരുന്നു. ഇപ്പോൾ റെയിൽവേയിൽ, വെസ്റ്റേൺ റെയിൽവേയിൽ. അതാണ് ഞങ്ങളെ എനിക്ക് തോന്നുന്നു വിശാഖപട്ടണം വിജയവാഡ മറന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ വന്ന് കളിച്ചത്. അപ്പോൾ ഇവിടുത്തെ സോയിൽ ബ്ലാക്ക് സോയിൽ പോലത്തെ കളിക്കുന്നത്. അപ്പോൾ അവിടെ കളിച്ച ഒരു ഓർമ്മയുണ്ട്. നന്ദ്യാലല്ലേ ഈ പറയുന്ന ഇവരൊക്കെ. ഇത് മൂപ്പറും മുന്നത്തെ DFO ആണ്, റിട്ടയർഡ് DFO ആണ്. ഇത് ഇപ്പോഴത്തെ റേഞ്ച് ഓഫീസറാണ്. DFO നമ്മളെ വിളിച്ചിട്ട് ഇതൊക്കെ ചെയ്തു തന്നു. ഇവിടെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഹെൽപ്പായിട്ടാണ് തമിഴ്നാട്ടിലും. ഇപ്പോൾ നമ്മളിവിടെ എത്തിയതേ ഉള്ളൂ. എത്തിയവിടെ ഇവിടെ ഇവർക്കൊരു ആന്ധ്രാപ്രദേശ് ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെഞ്ചു എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളുണ്ട്. ഹലോ ഹായ് ഗുഡ് ഈവനിങ്. Yeah, good. How you are? All good? Nice. നമുക്ക് ഗേൾസിനെ നമ്മൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഗേൾസിന് എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പെൺ കോച്ചില്ലാത്തടത്തോളം കാലം നമുക്കത് ചെയ്യാൻ പാടാണ്. ఫుట్బాల్ అకాడమీ పెట్టారు అక్కడ. వాళ్ళకి ట్రైబల్స్లో పిల్లలు కావాలి, బట్ ఇంకా బాయ్స్ కావాలి. గర్ల్స్లో ఇంకా లేదు. బట్ వచ్చారని మిమ్మల్ని కూడా ఒకసారి చూసిపోదామని ఇక్కడ దాకా వచ్చారు. గర్ల్స్ లేదు మీన్స్ आपके लिए अभी नहीं है, लेकिन बाद में हो जाएगा शायद. సో సార్ వాళ్ళు ఇద్దరు ఫుట్బాల్ ఇంటర్నేషనల్ తెలుసు కదా. ఇప్పుడు మీరు క్రికెట్ పోలింగ్ తీసుకున్నారు కదా, అలాగే వీళ్ళు కూడా ఫుట్బాల్లో ఇంటర్నేషనల్ ఇండియా ఆడారు. तुम लोग फुटबॉल खेलना चाहता है या नहीं? फुटबॉल आने की रेडी है? खेलता है क्या अभी खेलता है? ये ट्राइबल बच्चों के लिए फुटबॉल अकादमी बनाने के लिए हम लोग जा रहा है. वो पहले लोकेशन देखेगा, उसके बाद हम लोग वापस जाएगा, पूरा लोकेशन डिसाइड करके वापस जाएगा. तो एक काम करता है, तो हम लोग बस अभी आया है आप लोगों को देखने के लिए. देख लिया है, मैं एक फुटबॉल इधर छोड़ के जा रहा हूँ. आपको एक बॉल में दे के जाएगा, आप लोग खेलना है. हम लोग बस सर के साथ टच पे रखेगा. फिर अच्छा है तुम लोग खेलना चाहता है
तो इधर ग्राउंड है, वो सब होगा तो हम लोग वापस आएगा, वापस आके इधर रुक के एक अकादमी बना के ही जाएगा। ठीक है, चलो ബൈ ബൈ ഗുഡ് നൈറ്റ്. അപ്പം ആന്ധ്രയിൽ ഇപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. ഇത് ചാണക്യരാജ് സാറ് മുൻ DFO ആണ്. ഈ ഒരു സാധനം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഇവിടെ ചെയ്യണം താല്പര്യമുണ്ട്. ട്രൈബൽ മേഖലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ കാണുമ്പോൾ ഇത് ഇന്നലെ കണ്ടതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നല്ലതാണ്. കുട്ടികൾക്ക് താല്പര്യമുണ്ട്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ഇപ്പം ഇന്ന് സൺഡേ ഇപ്പോൾ അവരെ ഭക്ഷണത്തിന് സമയമായിരുന്നു, അതാണ് കുറച്ച് റഷായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട്. പിന്നെ അവർക്ക് മിങ്കിൾ ചെയ്യണോണ്ട് കുഴപ്പമില്ല അങ്ങനെ. ഭയങ്കര കുറച്ച് ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ അതൊരു ഹെൽപ്പാണ് ശരിക്കും. കാരണം നമ്മൾ അഥവാ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത്ര ഇത് ചെയ്യാൻ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഓൾറെഡി നമ്മളായിട്ട് സംസാരിക്കാനും ഇതിനും കുറച്ച് ആക്റ്റീവാണ്. ఫుట్బాల్ ఆడతావా? ఫుట్బాల్ ఎక్కడ ఆడుతున్నావు? ఇక్కడ వీళ్ళది ఎస్టీ హాస్టల్ ఉంది ఇక్కడ, ఎస్టీ వాళ్ళది. ఎక్కడ పోయినారు? ഇപ്പം നമ്മളുള്ളത് അലഗഡ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ ആന്ധ്രയിൽ ട്രൈബൽ സ്കൂളിലാണ്. ട്രൈബൽ ഡെവലപ്മെൻറ്റ് സ്കൂളാണ്, ഇവിടെ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ഈ പറയുന്ന മാതിരി ഫുട്ബോളിലില്ല. എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ കൊക്കോ ഉണ്ട്, വോളിബോൾ ഉണ്ട് കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് സംസാരിച്ചു, അവർക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ബോൾ കൊടുത്തിട്ടുണ്ട്. കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കളിക്കട്ടെ. അപ്പം ഇവിടെ നമ്മളെ ചാണക്യരാജ് സാറുണ്ട്. അപ്പം മെനി നമ്മളെ ഇവിടുത്തെ ഈ ഭാഗത്തെ, അതായത് നന്ദ്യാല, നെരവാഡ, പച്ചേർല, ഈ ഭാഗത്തൊക്കെ കോണ്ടാക്ട് മൂപ്പരായിരിക്കും. ഇന്നലെ ട്രൈബൽ സ്കൂൾ കണ്ടു, 2 ട്രൈബൽ സ്കൂൾ കണ്ടു. ഒന്ന് പെൺകുട്ടികളെയും ഇപ്പോൾ സാറിൻ്റെ തന്നെ ഹോക്കി ട്രെയിനിങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. ആൺകുട്ടികളെ നമ്മൾ കണ്ടു. ആൺകുട്ടികൾ ഇപ്പോൾ ഇത് 2 പച്ചേർല, ഇവിടെ 3 സ്ഥലം കണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ബോളുകൾ കൊടുത്തിട്ടുണ്ട്. കളിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. चलो सर.